ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇതുവരെ നമ്മൾ 98 ദശകങ്ങൾ പഠിച്ച് ഉണ്ണിക്കണ്ണൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 99ലേക്ക് കടക്കാം. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 99 ഭഗവൻ മാഹാത്മ്യവർണ്ണനം. ശ്ലോകം 1. വിഷ്ണോർവീര്യാണി കോ വാ കഥയതു ധരണേ കശ്ചരേണൂന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗദഭിമിദം മോദതേ പൂർണ്ണസമ്പത്ത്. യോസൗ വിശ്വാനി ധത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്ത്യമൃതരസമരന്തസ്യ യത്ര പ്രവാഹ. അർത്ഥം: വിഷ്ണോ യസ്യ യാതൊരുവൻ്റെ അംഘ്രിത്രയേണ ഏവ 3 കാലടികൾ കൊണ്ടു മാത്രം ത്രിജഗത് 3 ലോകങ്ങളും അഭിമിതം അളക്കപ്പെട്ടതായി സമ്പത്ത് പൂർണ്ണമായി മോദതേ സന്തോഷിക്കുന്നു. യ അസൗ യാതൊരു ഇദ്ദേഹം വിശ്വാനി ലോകത്തെയെല്ലാം ധത്തെ വഹിക്കുന്നു. വീര്യാണി അങ്ങയുടെ കഴിവുകളെ ക ഏവ ഏതൊരുത്തനാൽ കഥയതു പറയുന്നു. ധരണേ ഭൂലോകങ്ങളുടെ രേണൂൻ പൊടികളെ ക ച ആരൊരുവനാണ് മിമീതേ അളക്കുന്നത് യത്ര യാതൊരിടത്ത് ത്വദ്ഭക്ത അങ്ങയുടെ ഭക്തന്മാർ മാദ്യന്തി മതിക്കുന്നുവോ അമൃതരസമരന്തസ്യ അമൃതരസമായ തേനിൻ്റെ അതായത് മോക്ഷത്തിൻ്റെ പ്രവാഹം ഒഴുക്ക് എത്ര എവിടെയാണോ ഉള്ളത് തസ്യ ആ അങ്ങേക്ക് ഇഹ ഇവിടെ ഈ ലോകത്തിൽ പ്രിയം ഇഷ്ടവും പരമം ഏറ്റവും ഉയർന്നതുമായ ധാമ സ്ഥാനത്തെ അതായത് വൈകുണ്ഠത്തെ അഭിയായാം ഞാൻ പ്രാപിക്കണമേ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. വിഷ്ണോർ വീര്യാണി കോ വാ കഥയതു. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ധരണേ കശ്ച. ധരണേ അവിടെ വിസർഗം. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കശ്ച രേണൂൻ മിമീതേ യസ്യൈവാംഘ്രി. ഘ്രി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ത്രയേണ ത്രിജഗത് അഭിമിതം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മോദതേ പൂർണ്ണ സമ്പത്ത്. യ അസൗ യോസൗ വിശ്വാനി ധത്തേ. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രിയം ഇഹ പരമം ധാമ. ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തസ്യാഭിയായാം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വത് ഭക്ത. ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. എത്ര മാദ്യന്ത്യമൃതരസ മരന്തസ്യ യത്ര പ്രവാഹ. വിഷ്ണോർവീര്യാണി കോ വാ കഥയതു ധരണേ കശ്ചരേണൂന്മിമീതേ യസ്യൈവാംഘ്രിത്രയേണ ത്രിജഗദഭിമിദം മോദതേ പൂർണ്ണസമ്പത്ത്. യോസൗ വിശ്വാനി ധത്തേ പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായാം ത്വദ്ഭക്താ യത്ര മാദ്യന്ത്യമൃതരസമരന്തസ്യ യത്ര പ്രവാഹ. രണ്ടാമത്തെ ശ്ലോകം. ആദ്യായാശേഷകർത്രേ പ്രതിനിമിഷനവീനായ ഭർത്രേ വിഭൂതേർഭക്താത്മാ വിഷ്ണവേ യ പ്രതിശതിഹ വിരാദീനി യജ്ഞാർച്ചനാദൗ. കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീതഃ
പൂർണ്ണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമന്തേ പദം തേ. അർത്ഥം: ഭക്താത്മാ ഭക്തിസ്വരൂപനായ യാതൊരുവൻ, ആദ്യായ ആദ്യനും, അശേഷകർത്രേ പ്രപഞ്ചകർത്താവും, പ്രതിനിമിഷനവീനായ അനുനിമിഷം പുതിയതായിരിക്കുന്നവനും, വിഭൂതേ ഐശ്വര്യത്തിൻ്റെ ഭർത്രേ ഭരണകർത്താവുമായിരിക്കുന്ന വിഷ്ണവേ വിഷ്ണുവിനായിക്കൊണ്ട് യജ്ഞാർച്ചനാദൗ പൂജാദികൾ ആരംഭിക്കുമ്പോൾ ഹവിരാദീനി ഹവിസ് തുടങ്ങിയവയെ പ്രതിശതി നൽകുന്നു. യാതൊരുവൻ മഹത വലിയതിനേക്കാൾ മഹത് വലുതായ കൃഷ്ണാദ്യം കൃഷ്ണാവതാരം തുടങ്ങിയ ജന്മകഥയെ വർണ്ണയേത് വർണ്ണിക്കുന്നത് സ അയം ഏവ ഈ ഒരുവൻ തന്നെ ഇഹ ഈ ലോകത്തിൽ പ്രീത സന്തുഷ്ടനും യശോഭി കീർത്തി കൊണ്ട് പൂർണ്ണനും അന്തേ ഒടുവിൽ പ്രാപ്യം പ്രാപിക്കുവാൻ യോഗ്യമായ തത് ആ പദം സ്ഥാനത്തെ ത്വരിതം വേഗം അഭിസരേത് പ്രാപിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. ആദ്യായാശേഷ കർത്രേ പ്രതിനിമിഷ നവീനായ ഭർത്രേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിഭൂതേർ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭക്താത്മാ ഭ എന്നുള്ളത് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിഷ്ണവേ യ അവിടെ വിസർഗം. പ്രതിശതി ഹവിർ ആദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മ യോ വാ മഹത് ഇഹ മഹതോ വർണ്ണയേത് സ അയം അതാണ് സോയം ഏവ പ്രീത അവിടെ വിസർഗം. പൂർണ്ണോ യശോഭി ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്ത്വരിതം അഭിസരേത് ഭി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. പ്രാപ്യം അന്തേ പദം തേ. ആദ്യായാശേഷകർത്രേ പ്രതിനിമിഷനവീനായ ഭർത്രേ വിഭൂതേർഭക്താത്മാ വിഷ്ണവേയ പ്രതിശതി ഹവിരാദീനി യജ്ഞാർച്ചനാദൗ കൃഷ്ണാദ്യം ജന്മയോ വാ മഹദിഹ മഹദോ വർണ്ണയേത് സോയമേവ പ്രീത പൂർണ്ണോ യശോഭിസ്ത്വരിതമഭിസരേത് പ്രാപ്യമന്തേ പദം തേ. മൂന്നാമത്തെ ശ്ലോകം. ഹേ സ്തോതാര കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേദയധ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവത ജനനോപാത്തലീലാ കഥാഭി ജാനന്ദശ്ചാസ്യ നാമാന്യഖിലസുഖകരാണീതി സംകീർത്തയധ്വം ഹേ വിഷ്ണോ കീർത്തനാദ്യൈസ്തവ ഖലു മഹദസ്തത്വബോധം ഭജേയം. അർത്ഥം: ഹേ സ്തോതാര അല്ലയോ സ്തോതാക്കളായവരെ, കവീന്ദ്ര കവിശ്രേഷ്ഠന്മാരെ, യഥാ നിങ്ങൾ എപ്രകാരമാണോ ചേതയശ്ച് മനസ്സിലാക്കുന്നത്, തഥാ ഏവ അപ്രകാരം തന്നെ ജനനോപാത്ത ലീലാകഥാഭി അവതാരങ്ങളിൽ ഉണ്ടായ ലീലാകഥകൾ കൊണ്ട് ഇഹ ഈ ലോകത്തിൽ തം അവനെ പ്രണുവത ഖലു നിങ്ങൾ സ്തുതിച്ചാലും വേദസ്യ വേദത്തിൻ്റെ വ്യക്തം പ്രമാണമനുസരിച്ച് കിട്ടുന്ന സാരം സാരത്തെ ജാനന്ത അറിയുന്നവരായ മഹാന്മാരെ അസ്യ ഇവൻ്റെ നാമാനി ച നാമങ്ങളെയും അഖില സുഖകരാനി ഇതി എല്ലാവർക്കും സുഖം നൽകുന്നവയാണെന്നറിഞ്ഞ് സങ്കീർത്തയത്വം കീർത്തനം ചെയ്താലും ഹേ വിഷ്ണു അല്ലയോ വിഷ്ണു മഹത മഹാനായിരിക്കുന്ന തവ അങ്ങയുടെ കീർത്തനാദ്യൈ കീർത്തനാദികൾ കൊണ്ട് തത്വബോധം യഥാർത്ഥ സത്യബോധം ഭജേയം ഖലു ഞാൻ ഭജിക്കുമാറാകട്ടെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ നോക്കാം. ഹേ സ്തോതാര അവിടെ വിസർഗം. കവീന്ദ്ര
സ്തമിഹ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യഥാ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചേതയധ്വേ ധ്വേ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. തഥൈവ thൈ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വ്യക്തം വേദസ്യ സാരം പ്രണുവത ജനനോപാത്ത ലീല കഥാഭി അവിടെ വിസർഗം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഭി എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ജാനന്ദ ശ്ചാസ്യ ജാനന്ദശ്ചാസ്യ നാമാന്യഖില ഖി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. സുഖകരാണീതി ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സങ്കീർത്തയധ്വം ധ്വം എന്നുള്ളത് ഉറപ്പിച്ച് പറയണം. ഹേ വിഷ്ണു അവിടെ നിന്ന് നിർത്താം. കീർത്തനാദ്യൈ സ്തവ ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മഹത തത്വബോധം ധം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭജേയം ഭ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഹേ സ്തോദാര കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേദയധ്വേ തഥൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവത ജനനോപാത്തലീലാ കഥാഭി ജാനന്ദശ്ചാസ്യ നാമാന്യഖില സുഖകരാണീതി സംകീർത്തയധ്വം ഹേ വിഷ്ണു കീർത്തനാദ്യൈസ്തവ ഖലു മഹദസ്തത്വബോധം ഭജേയം. 4-ാമത്തെ ശ്ലോകം. വിഷ്ണു കർമാണി സമ്പശ്യത മനസി സദായൈ സധർമാനബധ്നാത് യാനീന്ദ്രസ്യൈഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാതനോദ് ക്ഷേമകാരീ വീക്ഷന്തേ യോഗസിദ്ധാ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാ ജാഗരൂകാഃ കൃതബഹുനുതയോ യച്ച നിർഭാസയന്തേ. അർത്ഥം: സ അവൻ, യൈ ഏതു കർമ്മം കൊണ്ട്, ധർമാൻ ധർമ്മങ്ങളെ, അബധ്നാത് ബന്ധിച്ചുവോ, യേഷ ഇദ്ദേഹം, ഇന്ദ്രസ്യ ഇന്ദ്രൻ്റെ, ഭൃത്യ ഇവ ഭൃത്യൻ എന്ന പോലെ, പ്രിയ സഖ ഇവ ച പ്രിയപ്പെട്ട സഖാവെന്ന പോലെയും, ക്ഷേമകാരി ക്ഷേമത്തെ ചെയ്യുന്നവനായി, യാനി യാതൊരു പ്രവൃത്തികളെ, വ്യാതനോത് ചെയ്തുവോ, യോഗസിദ്ധ യോഗം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടിയ ഋഷിമാർ, സമ്യക് പ്രകാശം ഉജ്ജ്വല പ്രകാശം, യസ്യ യാതൊരുവൻ്റെ, പരപദം ഉന്നത സ്ഥാനത്തെ, അനിശം സദാ വീക്ഷന്തേ കാണുന്നുവോ, യത് യാതൊന്നു, വിപ്രേന്ദ്ര ബ്രാഹ്മണശ്രേഷ്ഠന്മാർ, ജാഗരൂകാ ഉദ്ബുദ്ധരായി, കൃതബഹുനുതയ പല സ്തുതികൾ ചെയ്തു, നിർഭാസയന്തേ ച വിശേഷേണ വെളിപ്പെടുത്തുന്നുവോ, വിഷ്ണു വിഷ്ണുവിൻ്റെ, കർമാണി കർമ്മങ്ങളെ, സദാ എപ്പോഴും, മനസ്സി മനസ്സിൽ, സംപശ്യത കണ്ടാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. വിഷ്ണു അവിടെ വിസർഗം, കർമാണി സംപശ്യത മനസ്സി സദാ, യൈ അവിടെ വിസർഗം, സ ധർമാൻ അബധ്നാത്, യാനീന്ദ്രസ്യൈഷ ഭൃത്യ അവിടെ വിസർഗം, ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. പ്രിയ സഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഇവ ച വ്യാതനോത് ക്ഷേമകാരി ക്ഷേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വീക്ഷന്തേ ക്ഷ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. യോഗസിദ്ധ നീട്ടിയിട്ട് വിസർഗം, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പര പദം അനിശം, യസ്യ സമ്യക് പ്രകാശം, വിപ്രേന്ദ്ര ജാഗരൂകാ അവിടെയും വിസർഗം, കൃത ബഹു നുതയോ യത് ച നിർഭാസയന്തേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വിഷ്ണു കർമാണി സംപശ്യത മനസി സദാ യൈ സധർമാനബധ്നാത് യാനീന്ദ്രസ്യൈഷ ഭൃത്യ പ്രിയസഖ ഇവ ച വ്യാതനോത് ക്ഷേമകാരീ.
വീക്ഷന്തേ യോഗസിദ്ധാഃ പരപദമനിശം യസ്യ സമ്യക് പ്രകാശം വിപ്രേന്ദ്രാജാഗരൂകാഃ കൃതബഹുനുതയോ യച്ച നിർഭാസയന്തേ. അടുത്തത് 5-ാമത്തെ ശ്ലോകം. നോ ജാതോ ജായമാനോപി ച സമധിഗതസ്ത്വന്മഹിംനോവസാനം ദേവ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപി തേ നാമ ശംസാമി വിഷ്ണോ. തം ത്വാം സംസ്തൗമി നാനാവിധനുതിവചനൈരസ്യ ലോകത്രയസ്യാപ്യൂർധ്വം വിഭ്രാജമാനേ വിരചിതവസതിം തത്ര വൈകുണ്ഠലോകേ. അർത്ഥം: ദേവ ഭഗവൻ, വിഷ്ണോ വിഷ്ണോ, ജാതഃ ജനിച്ചവനും, ജായമാന അപി ച ജനിക്കാൻ പോകുന്നവനും, ത്വന്മഹിംന അങ്ങയുടെ മാഹാത്മ്യത്തിൻ്റെ അവസാനം അവസാനത്തെ, നോ സമധികത അറിഞ്ഞിട്ടില്ല, ശ്രേയാംസി ശ്രേയസ്സുകളെ, വിദ്വാൻ അറിയുന്നവനായി, പ്രതിമുഹു അപി വീണ്ടും വീണ്ടും, തേ അങ്ങയുടെ നാമ നാമത്തെ, ശംസാമി ഞാൻ കീർത്തിക്കുന്നു, അസ്യ ഈ, ലോകത്രയസ്യ മൂന്ന് ലോകങ്ങളുടെയും, ഊർധ്വം മുകളിൽ, വിഭ്രാജമാനെ പ്രകാശിക്കുന്നതായി, തത്ര വൈകുണ്ഠലോകേ ആ വൈകുണ്ഠലോകത്തിൽ, വിരചിതവസതിം വസിക്കുന്നവനുമായ, തം ആ, ത്വാം അങ്ങയെ, നാനാവിധനുതിവചനൈ പലതരം സ്തുതിവാക്യങ്ങൾ കൊണ്ട്, സംസ്തൗമി ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. നോ, ജാതോ, ജായമാന അപി ചേർത്ത് ചൊല്ലുമ്പോൾ ജായമാനോപി ച, സമധിഗത, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. സ്ത്വന്മഹിംന അവസാനം ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വന്മഹിംനോവസാനം. ദേവ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുർ അപി തേ നാമ ശംസാമി വിഷ്ണോ. തം ത്വാം സംസ്തൗമി നാനാവിധ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ച് പറയണം. നുതി വചനൈർ അസ്യ ലോകത്രയസ്യാപി. ഊർധ്വം, ധ്വം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. വിഭ്രാജമാനെ, ഭ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ച് പറയണം. വിരചിത വസതിം തത്ര വൈകുണ്ഠലോകേ, ഠ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ച് പറയണം. നോ ജാതോ ജായമാനോപി ച സമധിഗതസ്ത്വന്മഹിംനോവസാനം ദേവ ശ്രേയാംസി വിദ്വാൻ പ്രതിമുഹുരപി തേ നാമ ശംസാമി വിഷ്ണോ. തം ത്വാം സംസ്തൗമി നാനാവിധനുതിവചനൈരസ്യ ലോകത്രയസ്യാപ്യൂർധ്വം വിഭ്രാജമാനേ വിരചിതവസതിം തത്ര വൈകുണ്ഠലോകേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.